കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച മുതൽ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ക്രിസ്മസ് എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ വേറെ ഒരു പരിപാടിക്ക് നിൽക്കാതെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് വായിച്ചു നോക്കുക. ഓരോ ചോദ്യത്തിലും എന്താണ് പറയുന്നത്, ഓരോ ചോദ്യം എത്ര മാർക്കിനാണ്, ഓരോ ചോദ്യം എന്തൊക്കെ എഴുതണം, ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് ആയിട്ടുള്ള കൂൾ ഓഫ് ടൈം നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. ഉത്തരങ്ങൾ എങ്ങനെ എഴുതണം, എന്തൊക്കെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, മാർക്കിനനുസരിച്ച് ഉത്തരം എഴുതുക. 2 മാർക്കിന് ചോദ്യത്തിന് ഒരിക്കലും നിങ്ങൾ 2 പേജ് ആൻസർ എഴുതി വെക്കേണ്ട ആ കാര്യമില്ല. മാർക്കിനനുസരിച്ച് 2 മാർക്കാണെങ്കിൽ 2-3 പോയിന്റ് മതി, 3 മാർക്കാണെങ്കിൽ 3-4-5 പോയിന്റ് മതി. മാർക്കിനനുസരിച്ച് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അറിയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം എഴുതി പോകുക. നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ. അപ്പോൾ നിങ്ങൾ അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതി പോകുക. നിങ്ങൾ അറിയാത്ത ചോദ്യങ്ങൾ ആലോചിച്ച് അതിൽ ഉത്തരം ആലോചിച്ച് നിങ്ങൾ സമയം കളയുമ്പോൾ അവസാനം നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ എഴുതാൻ സമയമില്ലാത്തൊരവസ്ഥ വരും. സോ ഏത് ഓർഡറിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, അറിയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം കറക്റ്റായിട്ട് ഉത്തരം എഴുതുക. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആണോ ഇട്ട് എന്നുള്ള കാര്യം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 15ാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കറക്റ്റായിട്ടാണ് എഴുതിയത്, പക്ഷേ അതിൽ 15ന് പകരം നിങ്ങൾ 17 എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒരിക്കലും മാർക്ക് കിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആക്കിയിട്ട് എഴുതിയ ഉത്തരത്തിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പ് വരുത്തുക. അഞ്ചാമതായിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും ആൻസേഴ്സ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ആറാമതായിട്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ നിൽക്കരുത്. അടുത്തുള്ള ആളോട് ആൻസർ ചോദിച്ചിട്ട് 15ാമത്തിന് ഉത്തരം എന്താ, 16 എന്താ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ എക്സാമും കഴിഞ്ഞ ശേഷം, ക്രിസ്മസ് എക്സാമിൻ്റെ അവസാനത്തെ പരീക്ഷയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഒരു കാര്യം എഴുതി, നിങ്ങളുടെ ഫ്രണ്ട് എഴുതി വേറെയാണ്. ചിലപ്പോൾ നിങ്ങൾ എഴുതിയതായിരിക്കും ശരി, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് എഴുതിയ ഉത്തരമാണ് ശരിയെന്ന് വിചാരിച്ച് നിങ്ങൾ അനാവശ്യമായി ടെൻഷൻ അടിക്കുകയും ബാക്കിയുള്ള എക്സാമിൻ്റെ കോൺഫിഡൻസ് കുറയാനും അത് കാരണമാകും. ഒരു കാരണവശാലും എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഭദ്രമായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. എല്ലാ എക്സാമും എഴുതിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. ഓരോ എക്സാമിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ അത് ചില ആൻസേഴ്സ് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുകയും നിങ്ങളുടെ ബാക്കി എക്സാമിലേക്കുള്ള കോൺഫിഡൻസ് കുറയ്ക്കാനും അത് കാരണമാകും. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി കറക്റ്റായി ശ്രദ്ധിക്കുക. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ക്രിസ്മസ് എക്സാം ഈസി ആവട്ടെ. എല്ലാവരുടെയും ക്രിസ്മസ് എക്സാമിന് അവർക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് തന്നെ നേടാൻ പറ്റട്ടെ. നിങ്ങൾ പഠിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ പഠിച്ചതിനനുസരിച്ചുള്ള മാർക്ക് കൂടി നിങ്ങൾക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.